തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പരാതി. ചികിത്സാ പിഴവിന് ഇരയായ സ്ത്രീയുടെ സഹോദരനാണ് പരാതി നൽകിയത്. നാളെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. ചന്തു ചന്ദ്രശേഖരൻ നൽകും വിവരങ്ങൾ. ചന്തു, പറയാം. കാട്ടാക്കട സ്വദേശി സുമയയുടെ സഹോദരനാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ വലിയ തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെയും പ്രത്യേകിച്ച് ആശുപത്രിയുടെയും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഒരു പരാതിയുമായി പോലീസിനെ തന്നെ സമീപിക്കാൻ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർ ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഈ ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ഗൈഡ് വയർ കുടുങ്ങിയത് കൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നതായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. ഇതിനിടെ തന്നെ ഈ ചികിത്സിച്ച ഡോക്ടറുടെ തെറ്റ് സംബന്ധിച്ചുകൊണ്ട് ഡോക്ടറുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ അത്ര ഗൗരവതരമായി കാണുന്നില്ല എന്നതാണ് പ്രധാനമായും ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ നിന്നും മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ല എന്ന് ഇരുന്നാൽ പോലും അവർ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മറ്റൊരു ഇടത്ത് പരിശോധനയ്ക്ക് പോവുകയും അവിടെ വെച്ചാണ് ഈ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയതായി കണ്ടെത്തുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇവർ ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അന്നൊന്നും അവർ കാര്യമാക്കാതെ ഇതിൽ സ്വയമേധയാ ഒരു അന്വേഷണം നടത്തുകയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ട് ഒഴിവാക്കുകയും ചെയ്യുന്ന സമീപനം ഉണ്ടായിരിക്കുന്നു. ഇനി എന്തെങ്കിലും പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വന്നത്. അത് തന്നെയാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയും ആവർത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബന്ധുക്കൾ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. നാളെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഈ പരാതിക്കാരിയുടെയും മൊഴി രേഖപ്പെടുത്തും. കൂടാതെ ഈ പരാതിക്കാരിയുടെ ബന്ധുക്കളുടെയും മൊഴി നാളെ കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.